നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 4ാമത്തെ യൂണിറ്റ് പിറന്ന നാടിൻ പെരുമയിൽ. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. അനിത തമ്പി എഴുതിയ ആലപ്പുഴ വെള്ളം എന്ന കവിതയായിരുന്നു അത്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: ആലപ്പുഴ ദേശത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്? കണ്ടെത്തി അവതരിപ്പിക്കുക. കരിമണ്ണ് നിറക്കാരി, മെടഞ്ഞോല മുടിക്കാരി എന്നീ പ്രയോഗം ആലപ്പുഴയുടെയും കവയിത്രിയുടെയും വിശേഷണമായി മാറുന്നു. ദേശവും എഴുത്തുകാരിയും ഒന്നായി തീരുന്ന പ്രയോഗങ്ങളാണവ. എഴുത്തുകാരി കരിമണ്ണ് നിറക്കാരിയും മെടഞ്ഞോല മുടിക്കാരിയുമാണ്. കരിമണ്ണ് കൃഷിഭൂമിയെയും മെടഞ്ഞോല തെങ്ങിൻ്റെ സമൃദ്ധിയെയും ഓർമ്മിപ്പിക്കുന്നു. ആലപ്പുഴയുടെ ആകാശ കാഴ്ചകളെല്ലാം വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. കനാലുകൾ, ബോട്ട് ജെട്ടി, കല്ലിരുമ്പ് പാലങ്ങൾ, കുളം, കായൽ, കുളവാഴ തുടങ്ങി എല്ലാ കാഴ്ചകളും ആലപ്പുഴയെ വെള്ളത്തിൻ്റെ ദേശമായാണ് അവതരിപ്പിക്കുന്നത്. തെങ്ങോലയും അവ മെടഞ്ഞ് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ആലപ്പുഴയുടെ പ്രത്യേകതയായിരുന്നു. തൊണ്ടുചീഞ്ഞ മണം എന്നത് ആലപ്പുഴയിലെ കയർ വ്യവസായത്തിൻ്റെ സൂചനയാണ്. ചകിരിയും അവ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളും ആലപ്പുഴയുടെ ജനജീവിതത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉപ്പു ചേർന്ന രുചിയും കടും ചായ നിറമുള്ള കലശവെള്ളം എന്ന പ്രയോഗം ആലപ്പുഴയിലെ ജലാശയങ്ങളുടെ സവിശേഷതയെ വ്യക്തമാക്കുന്നു. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയിലെ കായലുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് സാധാരണമാണ്. ഉപ്പിൻ്റെ അംശമുള്ള സാന്ദ്രത കൂടിയ വെള്ളം നിറച്ചു വയ്ക്കുന്ന പാത്രങ്ങളിൽ വെളുത്ത പരൽ കട്ടിയായി ഉറയ്ക്കുന്നു. അതിനെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ വേദനയായിട്ടാണ് കവി തിരിച്ചറിയുന്നത്. ജലാശയങ്ങളിൽ ഉപ്പുവെള്ളം കയറി കൃഷിക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ബണ്ടുകൾ നിർമ്മിച്ച് സംരക്ഷണം ഒരുക്കുന്നത് ആലപ്പുഴയുടെ കാർഷിക ജീവിതത്തിൻ്റെ സവിശേഷതയാണ്. അടുത്ത ചോദ്യം: ഞങ്ങൾക്ക് ജലവും വെള്ളവും ഒന്നല്ലായിരുന്നു, ഇപ്പോഴുമല്ല. അവ ഞങ്ങൾക്ക് 2 അനുഭവ ലോകങ്ങളാണ്. അനിത തമ്പിയുമായുള്ള അഭിമുഖത്തിൽ നിന്ന്. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന കവിതാ സന്ദർഭങ്ങൾ ഏതെല്ലാം? അവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വരികൾ ഇതെല്ലാമാണ്: ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടും ചായ നിറമുള്ള കലശവെള്ളത്തിൻ്റെ മകൾ. ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ, നിളനാട്ടിൽ, മലനാട്ടിൽ, തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര്. വാനിൽ നിന്നു മടർന്നത്, നിലം തൊടും മുൻപുള്ളത്, മണമില്ലാത്തത്, മണ്ണിനാഴങ്ങൾ തരുന്നത്, നിറമില്ലാത്തത്, ദൂരം ഉയരങ്ങൾ കാൺമത്, സമതലങ്ങളിൽ വാടിക്കിടന്ന് പോകാത്തത്. ഇത്രയും വരികളിലാണ് ആ സൂചനയുള്ളത്. വെള്ളവും ജലവും ആലപ്പുഴ ദേശത്തിന് വ്യത്യസ്തമായ 2 അനുഭവ ലോകങ്ങളുടെ പ്രതീകങ്ങളാണ്. തൊണ്ടുചീഞ്ഞ മണവും ഉപ്പു ചേർന്ന രുചിയും കടും ചായയുടെ നിറവുമുള്ള കലക്ക വെള്ളത്തെയാണ് ആലപ്പുഴക്കാർ വെള്ളം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്നത് ദുരനുഭവങ്ങളുടെ കയ്പുള്ള ഓർമ്മകളാണ്. ജലം എന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു അനുഭവ ലോകമാണ് നൽകുന്നത്. തെളിമയുള്ളതും കുടിക്കാൻ ഉപയോഗിക്കുന്നതും ശുദ്ധവുമായ നീരിനെയാണ് അവർ ജലം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ ലഭ്യമാകുന്ന തെളിനീരാണ് ജലം. ആകാശത്ത് നിന്നും പെയ്ത് നിലം തൊട്ട് കലങ്ങുന്നതിന് മുമ്പുള്ള താരതമ്യേന ശുദ്ധമായ മഴവെള്ളമാണ് അവർക്ക് ജലം. തെളിനീര്, മണമില്ലാത്തത്, നിറമില്ലാത്തത്, സമതലങ്ങളിൽ വാടിക്കിടന്ന് പോകാത്തത് തുടങ്ങിയ സൂചനകൾ ജലം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ശുദ്ധജലത്തെയാണെന്ന് വ്യക്തമാക്കുന്നു. വെള്ളം എന്നത് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളുടെ ഓർമ്മകളായിട്ടാണ് കവിതയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേരനുഭവമായി വെള്ളം എന്ന പദം മാറുന്നു. എന്നാൽ ജലമാകട്ടെ തനിക്ക് അപ്രാപ്യമായതും ജീവിത സൗഖ്യം നൽകുന്നതുമായ സാങ്കല്പികാനുഭവമായി കവിതയിൽ ആവിഷ്കരിക്കുന്നു. അടുത്ത ചോദ്യം: തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന. വെള്ളത്തിൻ്റെ വേദന എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാം ചർച്ച ചെയ്യുക. വെള്ളത്തിൻ്റെ ഭാവപകർച്ചകൾ കവി സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നു.
വയനാട്ടിലും നിളയുടെ നാട്ടിലും മലനാട്ടിലും തെക്കൻ നാട്ടിലും കാണുന്ന പരിശുദ്ധമായ തെളിനീരിൻ്റെ അനുഭവം ആലപ്പുഴക്കാർക്ക് ഒരിക്കലുമില്ല. ആ ദേശത്തിൻ്റെ നിലം തൊടുന്നതോടെ ആകാശത്തിൻ്റെ അനുഗ്രഹം പോലെയുള്ള വിശുദ്ധ ജലം അശുദ്ധമാകുന്നു. നിറമില്ലാത്ത മണമില്ലാത്ത ജലം ദുർഗന്ധമുള്ള കലക്കവെള്ളമായി തീരുന്നു. ആലപ്പുഴയിലെ സമതലങ്ങളിൽ വാടിക്കിടന്നു പോകുന്നു. മഴക്കാലത്ത് പ്രളയമായും, പക്ഷേ കൊടുംവേനലിൽ ആ വെള്ളം കുറുകി അവശേഷിക്കുന്നു. ഉപ്പിൻ്റെ അംശമുള്ള സാന്ദ്രത കൂടിയ വെള്ളം നിറച്ചു വയ്ക്കുന്ന പാത്രങ്ങളിൽ വെളുത്ത പരൽ കട്ടിയായി ഉറയ്ക്കുന്നു. അതിനെ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്ന വെള്ളത്തിൻ്റെ വേദനയായിട്ടാണ് കവി തിരിച്ചറിയുന്നത്. വെള്ളം എന്നത് ജീവിതം എന്നതിനേക്കാൾ അതിജീവനമായി മാറുന്ന ആലപ്പുഴക്കാരുടെ സങ്കടാനുഭവം കൂടിയാണത്. വെള്ളത്താൽ നിറഞ്ഞു കറ പിടിച്ച ആ പാത്രങ്ങൾ ആലപ്പുഴ ദേശക്കാരുടെ ജീവിത കഥാപാത്രങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ വെള്ളത്തെ സഹജ സാഹോദര്യഭാവത്തിലാണ് കവി കാണുന്നത്. വെള്ളം നൽകുന്ന വേദന എന്നല്ല, വെള്ളത്തിൻ്റെ വേദന എന്ന് തന്നെയാണ് കവി പറയുന്നത്. ആ വേദനയെ മനുഷ്യർ പങ്കിട്ടെടുക്കുന്നു. ഒരു ജൈവ വ്യവസ്ഥയിലെ സ്വാഭാവികവും ഒഴിവാക്കാനാവാത്തതുമായ പാരസ്പര്യമാണ് ആലപ്പുഴയുടെ വെള്ളവും മനുഷ്യരും തമ്മിൽ രൂപപ്പെടുന്നത്. ദുരിതാനുഭവങ്ങളിൽ വേട്ടക്കാരൻ്റെ സ്ഥാനത്തല്ല അവിടെ ജീവിക്കുന്ന മനുഷ്യർ പ്രകൃതിയെ നോക്കിക്കാണുന്നത്, അവരെ പോലെ മറ്റൊരു ഇര എന്ന നിലയ്ക്കു കൂടിയാണ്. 4-ാമത്തെ ചോദ്യം, ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പുചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശ് വെള്ളത്തിൻ്റെ മകൾ. വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശത്തിനുള്ള സ്വാധീനം വരികളിൽ പ്രതിഫലിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് അഭിപ്രായം സമർത്ഥിക്കുക. ആലപ്പുഴ നാട്ടുകാരി, മെടഞ്ഞോല മുടിക്കാരി, കലശ് വെള്ളത്തിൻ്റെ മകൾ എന്നിങ്ങനെ കവി സ്വയം വിശേഷിപ്പിക്കുകയാണ്. തൊണ്ടുചീഞ്ഞ മണം ആലപ്പുഴ ജനതയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നു. തൊണ്ടുചീഞ്ഞ മണം എന്ന യാഥാർത്ഥ്യം പൊന്നിൻ പ്രഭയുള്ള ചകിരിനാരിൻ്റെ ഇഴകൾ കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്ന തൊഴിൽ സംസ്കാരവും ജീവിതത്തെ നിരന്തരം പിന്തുടരുന്നതുമായ ഒന്നാണ്. അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളാൽ സമ്പന്നമായ ആലപ്പുഴ ഉപ്പുചേർന്ന വെള്ളത്താൽ നിറഞ്ഞതുമാണ്. തൊണ്ടുചീഞ്ഞ മണം പോലെ ഉപ്പിൻ്റെ രുചി കലർന്ന വെള്ളവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഉപ്പിൻ്റെ രുചിയും കടുംചായ നിറവുമുള്ള വെള്ളവും കവിക്ക് നേരനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് കലശ് വെള്ളത്തിൻ്റെ മകൾ എന്ന് കവി സ്വയം പ്രഖ്യാപിക്കുന്നത്. ദേശാനുഭവങ്ങൾ ജീവിതത്തെ രൂപപ്പെടുത്തുകയും വ്യക്തിയുടെ അനുഭവം തന്നെ ദേശത്തിൻ്റെ അനുഭവമായി മാറുകയും ചെയ്യുന്നു. എഴുത്തുകാരി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും തൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്ന ദേശത്തിൻ്റെ സ്വാധീനമാണ് ഈ വരികളിൽ തെളിയുന്നത്. അടുത്ത ചോദ്യം, ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു, തൊണ്ട ദാഹിക്കുന്നു. വരികളിൽ സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കവി എത്തിച്ചേർന്നത് എന്തുകൊണ്ടാവാം? കവിതയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. കാവ്യരചനയിൽ പദങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കവി അനുഭവിക്കുന്ന ആന്തരിക സംഘർഷത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ആവിഷ്കാരമാണിത്. കവി പതിറ്റാണ്ടുകളായി തെക്കൻ നീരിൽ വാസമുറപ്പിച്ചയാളാണ്. എന്നിട്ടും വെള്ളം, ജലം എന്നീ പദങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്താനാവാതെ ഉഴലുകയാണ്. കവിക്ക് വെള്ളവും ജലവും വ്യത്യസ്തവും വിരുദ്ധവുമായ അനുഭവ ലോകങ്ങളാണ്. അവ കേവലം നീരിൻ്റെ പര്യായങ്ങൾ മാത്രമല്ല. ജലം എന്നത് അഴകിൻ്റെയും വിശുദ്ധിയുടെയും അനുഭൂതി പകരുമ്പോൾ വെള്ളം അഴുക്കിൻ്റെയും അശുദ്ധിയുടെയും അനുഭവ ലോകമാണ് നൽകുന്നത്. വെള്ളം എന്നത് ജനഭാഷയുടെ അനുഭവത്തിൻ്റെ പദം. ഇവയിലുള്ള ഈ തിരഞ്ഞെടുപ്പ് വാക്കിൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് കവിയുടെ കാവ്യസ്വത്വത്തെക്കുറിച്ചുള്ള തീരുമാനമാണ്. കാരണം അത് ദേശസ്വത്വവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കവിയുടെ എഴുത്ത് അനുഭവാധിഷ്ഠിതമാണ്. വേർപെടാനാവാത്ത വിധം സ്വന്തം ഭാഷാ പരിസരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത അവസ്ഥ. തിരിയാതെ തിരിയുന്നു എന്ന വാക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ, ഏത് വാക്കാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയാനാവാതെ ഉഴലുകയാണ് കവി. തൊണ്ട ദാഹിക്കുന്നു എന്നത് ശാരീരിക ദാഹമല്ല, ആത്മീയമോ കാവ്യാത്മകമോ മാനസികമോ ആയ ദാഹമാണിത്. എഴുതാനുള്ള ആഗ്രഹം ശക്തമാണ്.
പക്ഷേ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വലിയ അന്തർസംഘർഷങ്ങളിൽ പെട്ടുഴലുകയാണ് കവി. അതാണ് ദാഹമായി അനുഭവപ്പെടുന്നത്. ജലം, വെള്ളം എന്നത് കേവലം പദപരമായ വ്യത്യാസമല്ല, ഭാഷയുടെയും അനുഭവത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിയ ഒരു കവിയുടെ ആത്മസംഘർഷമാണ് ഇവിടെ തെളിയുന്നത്. അവസാനത്തെ ചോദ്യം: ദേശത്തിൻ്റെ സവിശേഷതകൾ ആവിഷ്കരിക്കുന്ന കവിതകൾ കണ്ടെത്തി കവിതയരങ്ങ് സംഘടിപ്പിക്കുക. കവിതയരങ്ങിന് ഉൾപ്പെടുത്താവുന്ന ഏതാനും കവിതകളാണ് ഉത്തരസൂചികയായിട്ട് നൽകിയിരിക്കുന്നത്. കേരളം വളരുന്നു എന്ന കവിത പാലാ നാരായണൻ നായർ എഴുതിയതാണ്. മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ. മോഹം ONV കുറുപ്പ്. രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇതുപോലെ ദേശത്തെ ആവിഷ്കരിക്കുന്ന കവിതകൾ തിരഞ്ഞെടുത്ത് കവിതയരങ്ങ് സംഘടിപ്പിക്കാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.